A warm welcome to Rijuan PSK Tele Classes. വെക്ടറും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വെക്ടറും കൂടെ ആഡ് ചെയ്താൽ വെക്ടർ കിട്ടും. വെക്ടർ പ്ലസ് വെക്ടർ ഈസ് വെക്ടർ. പക്ഷേ while we are adding vectors, certain procedures are there. One method triangle method, വേറൊരു മെത്തേഡ് പാരലോഗ്രാം മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രയാങ്കിൾ മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ വെക്ടർ അഡീഷനിലെ ട്രയാങ്കിൾ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ. രണ്ട് വെക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ കയ്യിൽ. എന്താ, ഒരു വെക്ടർ ഇവിടേക്ക് ഉണ്ട് എ, വേറൊരു വെക്ടർ ഇതാ ഇവിടെ കിടക്കുന്നു ബി. എയും ബിയും രണ്ട് വെക്ടറുകളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യമേ ഒരു കാര്യം ചെയ്യാം. ഇത് എക്സ് വൈ പ്ലെയിൻ ആണെന്ന് വിചാരിച്ചോളൂ. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബോർഡ് എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ, അതുകൊണ്ട് ഈ ബോർഡ് എന്ത് പ്ലെയിനാണ്? എക്സ് വൈ പ്ലെയിനാണ്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ ഞാൻ രണ്ട് വെക്ടേഴ്സ് വരച്ചു, വെക്ടർ എ ആൻഡ് വെക്ടർ ബി. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യം, നമുക്ക് ട്രയാങ്കിൾ മെത്തേഡ് അല്ലേ, ട്രയാങ്കിൾ മെത്തേഡിലൂടെ നമ്മൾ വെക്ടറുകളെ ആഡ് ചെയ്യാൻ പോകണം. ആഡ് ചെയ്യുന്നു. ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? എയും ബിയും തമ്മിൽ ആഡ് ചെയ്യണം. നോക്കൂ കേട്ടോ, എ എന്ന് പറഞ്ഞ വെക്ടർ നിങ്ങൾ അതുപോലെ തന്നെ വരയ്ക്കണം. ഈ ലെങ്ത്തും എക്സാക്ട്ലി സെയിം ആവണേ. ദിസ് ഈസ് വെക്ടർ എ. ദേ ആർ ഈക്വൽ വെക്ടേഴ്സ്, ശരിയല്ലേ? എ ഇങ്ങ് മാറ്റി വരച്ചോ, അത്രയേ ഉള്ളൂ. ഇനി ബി എന്ത് ചെയ്യണം നമ്മൾ? ബി എന്താ ചെയ്യേണ്ടത്? നോക്കൂ, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതല്ലേ, അയാളെ നമ്മൾ എയുടെ ഹെഡിൽ വെക്കണം. ഹെഡിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്ത് മാറാൻ പാടില്ല? ഡയറക്ഷൻ മാറരുത്. ഡയറക്ഷൻ മാറാൻ പാടില്ല. ഡയറക്ഷൻ മാത്രമല്ല, ഈ ലെങ്ത്തും മാറരുത്. നോക്കൂ, ഇതും ഈക്വൽ വെക്ടേഴ്സാണ്. അങ്ങ് മാറ്റി വരച്ചു എന്നേ ഉള്ളൂ. അതായത് എയുടെ ഹെഡും ബിയുടെ ടെയിലും കൂടെ ജോയിൻ ചെയ്തു. അങ്ങനെ എയുടെ ഹെഡും ബിയുടെ ടെയിലും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ട്രയാങ്കിൾ മെത്തേഡ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തേർഡ് സൈഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യും. ഇയാളാണ് ആർ റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എയും വെക്ടർ ബിയും കൂടെ നമ്മൾ ആഡ് ചെയ്തു. വെക്ടർ എ പ്ലസ് വെക്ടർ ബി. നോക്ക്, എയും ബിയും കൂടെ ചേർന്ന് എവിടെയാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും അതേ പ്ലെയിനിലാണ്. എ ഈസ് എ വെക്ടർ, ബി ഈസ് എ വെക്ടർ, എ പ്ലസ് ബി ഈക്വൽ ടു ആർ ഈസ് ആൾസോ എ വെക്ടർ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി ഞാൻ ആംഗിൾ പറഞ്ഞുതരാം കേട്ടോ. നോക്കൂ, ആംഗിൾ പറയുമ്പോൾ ഇത് ഞാനിങ്ങ് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ആംഗിളാണ് തീറ്റ. ഈ ഫിഗറിൽ ആ ആംഗിൾ എവിടെ മാർക്ക് ചെയ്യും നമ്മൾ? നോക്ക്, ഇതാണ് ആരുടെ ഡയറക്ഷൻ? എയുടെ ഡയറക്ഷൻ അല്ലേ? എയുടെ ഡയറക്ഷൻ. ബി ഇങ്ങോട്ടാണ്, ഇതാണ് ബിയുടെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നോക്കൂ, ഈ ആംഗിളാണ് തീറ്റ. എയുടെ ആരോ മാർക്കും ബിയുടെ ആരോ മാർക്കും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇതല്ല കേട്ടോ, ഇവിടെ അല്ല ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്, ഇവിടെയാണ് ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ എ ഈസ് എ വെക്ടർ, ബി ഈസ് എ വെക്ടർ. എയുടെ ഹെഡിൽ ബിയുടെ ടെയിൽ വെച്ചു. എന്നിട്ട് നമ്മൾ തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്താൽ ആ കിട്ടുന്നതാണ് റിസൾട്ടൻ്റ് ഓർ വെക്ടർ സം. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. വെക്ടർ ബി പ്ലസ് വെക്ടർ എ എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ബി എന്ന് പറഞ്ഞ വെക്ടർ നോക്കുക, ബി എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ അതുപോലെ വരച്ചു. ഇതാരാ? വെക്ടർ ബി. അതായത് ഈ വെക്ടർ തന്നെയാണ് ഞാൻ അവിടെ വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ വെക്ടർ തന്നെയാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ബിയുടെ ഹെഡിൽ നമ്മൾ എയുടെ ടെയിൽ വെച്ചു. എ എവിടേക്കാണ് ആക്ട് ചെയ്യുന്നത്? എയുടെ ഡയറക്ഷൻ കണ്ടോ, ഇങ്ങനെയല്ലേ എ ആക്ട് ചെയ്യുന്നത്? ഈ വെക്ടർ അല്ലെങ്കിൽ ഈ വെക്ടർ. ഇപ്പോൾ ആംഗിൾ കണ്ടോ, ഇതാണ് അവർ തമ്മിലുള്ള ആംഗിൾ തീറ്റ. എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളിതാ നേരത്തെ ചെയ്തതുപോലെ തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇയാളെ നമുക്കൊരു കാര്യം ചെയ്യാം,
ആർ ഡാഷ് എന്ന് വിളിക്കുന്നത്. ഇതല്ലേ റിസൾട്ടൻ്റ് ആർ ഡാഷ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? വെക്ടർ ബിയും വെക്ടർ എയും കൂടെ നമ്മൾ ആഡ് ചെയ്തു, നമുക്ക് റിസൾട്ട് കിട്ടി. ഈ റിസൾട്ട് വന്നാലാണ് ഇൻട്രസ്റ്റിംഗ്. നോക്കൂ, ഈ ആർ ഉണ്ടല്ലോ, ആർ അതായത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, ഈ ആർ ഡാഷ് ഉണ്ടല്ലോ വെക്ടർ ബി പ്ലസ് വെക്ടർ എ, രണ്ടുപേരുടെ ഈ ലെങ്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത് എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഈ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ നോക്കൂ, ഈ ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടു, ഈ ആരോ മാർക്ക് കണ്ടില്ലേ നിങ്ങൾ? ഈ ആരോ മാർക്കും ഒരേ ഡയറക്ഷനാണ്. അതായത് ആർ ഡാഷ് ഈക്വൽ ടു ആരായിരിക്കും? ആറ് തന്നെയായിരിക്കും എന്ന്. അതായത് വെക്ടർ ബി പ്ലസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണെന്ന്. അപ്പോൾ ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്തു, എ പ്ലസ് ബി ഇസ് ദ റിസൾട്ട്. ദെൻ ബിയും എയും കൂടെ ആഡ് ചെയ്തു, ബി പ്ലസ് എ ഇസ് ദ റിസൾട്ട്. ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ? എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിമാ. നോട്ട് ഓൺലി ഇൻ മാഗ്നിറ്റ്യൂഡ്, ആൾസോ ഇൻ ഡയറക്ഷൻ. നോട്ട് ഓൺലി ഇൻ മാഗ്നിറ്റ്യൂഡ്, ആൾസോ ഇൻ ഡയറക്ഷൻ. ഈ ലോയ്ക്ക് ഒരു പേരുണ്ട്, എന്താ അറിയോ? ദിസ് ഈസ് കാൾഡ് കമ്മ്യൂട്ടേറ്റീവ് ലോ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ. മാത്തമാറ്റിക്സിൽ ഇതിന് പറയുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതായത് എയും ബിയും ആഡ് ചെയ്താലും ബിയും എയും കൂടെ ആഡ് ചെയ്താലും സെയിം റിസൾട്ടാണെന്ന്. ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഓർഡിനറി ആൾജിബ്ര ഉണ്ടല്ലോ, സ്കേലാർ അഡീഷൻ. നോക്കൂ, സ്കേലാർ അഡീഷനിൽ നമ്മളിങ്ങനെ എഴുതാറുണ്ട്, 3+4 ഈസ് ഈക്വൽ ടു 4+3, ശരിയല്ലേ? 3+4 ഈക്വൽ ടു 4+3, 7 ഈക്വൽ ടു 7. അപ്പോൾ ഓൾറെഡി സ്കേലാർ അഡീഷൻ എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ടേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി സ്കേലാർസ്, വെക്ടേഴ്സ് ആൾസോ ഒബേസ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അതായത് കണ്ടോ, വെക്ടർ ബി പ്ലസ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. കൺഫ്യൂഷൻ ആവരുത്, മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, ഡയറക്ഷനും എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് vector addition, triangle method. Vector addition is commutative. Okay, vector addition is commutative. ഒരു ന്യൂ ഇൻഫർമേഷനും കൂടെ തരാം. വെക്ടർ അഡീഷൻ ഈസ് നോട്ട് ഓൺലി കമ്മ്യൂട്ടേറ്റീവ്, ഇറ്റ് ഈസ് ആൾസോ അസോസിയേറ്റീവ്. നോക്കാം എന്താണെന്ന്. ആക്ച്വലി നമ്മളവിടെ ട്രയാങ്കിൾ മെത്തേഡ് അല്ല, പോളിഗൺ മെത്തേഡ് എന്ന് പറയുന്നൊരു മെത്തേഡാണെന്ന് നോക്കൂ നിങ്ങൾ. എൻ്റെ കയ്യിൽ 3 വെക്ടർ ഉണ്ട്. എ, then B, then വേറൊരു ഡയറക്ഷനിൽ സി എന്ന് പറഞ്ഞൊരു വെക്ടറുണ്ട്. സി, 3 വെക്ടേഴ്സ് ഉണ്ട്. എ, ബി, സി ആർ 3 വെക്ടേഴ്സ് ലൈയിങ് ഇൻ XY പ്ലെയിൻ. എ ഇതാ, ബി ഇതാ, സി ഇതാ, 3 വെക്ടറാണ്. ക്ലിയർ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോണ മെത്തേഡ് നോക്കിക്കോളാം. നമ്മളതിന് പറയുന്ന പേര് പോളിഗൺ മെത്തേഡ് എന്നാണ് പറയുക. എ അതുപോലെ വരച്ചു, നോ ചേഞ്ച്. ഇനി എയുടെ ഹെഡിൻ്റെ മുകളിൽ ബിയുടെ ടൈൽ വെച്ചു. ഡയറക്ഷൻ മാറരുതേ, ഉണ്ടോ? ഈ ഡയറക്ഷൻ അതുപോലെ തന്നെ നിൽക്കണം, വെക്ടർ ബി. ഇനി വെക്ടർ സി, ശരിയല്ലേ? വെക്ടർ സി. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ദാ എയും ബിയും സിയും കൂടെ ആഡ് ചെയ്തു, എല്ലാം കൂടെ ആഡ് ചെയ്തു. ഇവനാണ് റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി. എയും ബിയും സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റിസൾട്ടൻ്റ് കിട്ടും. റിസൾട്ടൻ്റ് ഓർ വെക്ടർ സം. ഇപ്പം എയും ബിയും സിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന പുതിയ വെക്ടർ ഉണ്ടല്ലോ, അയാളുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. നോക്ക്, ഈ ഫിഗറിലേക്ക് നോക്ക് വീണ്ടും. ഇതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ
ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ ആരോ മാർക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ കമോൺ ബി ആൻഡ് സി. ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇതല്ല കേട്ടോ, ഇതാണ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ല, ഇതാ ഈ ആംഗിളാണ്. ആരോ മാർക്കുകൾ തമ്മിലുള്ള ആംഗിളാണ് നിങ്ങൾ നോക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഞാൻ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ട് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ കേട്ടോ. വെക്ടർ എ ഞാൻ അങ്ങനെ വരച്ചു, വെക്ടർ ബി ഇതാ ഞാൻ അതുപോലെ തന്നെ വരച്ചു, ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതാരാ? ഇതല്ലേ നമ്മുടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണല്ലോ. ആണല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ വീണ്ടും സി വരച്ചു. ഇതാ നോക്കൂ, സി. സി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ റിസൾട്ടൻ്റ് എടുത്തു. ആ റിസൾട്ടൻ്റ് ഞാൻ വേറൊരു കളറിൽ വരയ്ക്കാം. നോക്കൂ, ഇത് ആക്ച്വലി ആരാ? നിങ്ങൾ എയും ബിയും വിട്ടേക്ക്, എ പ്ലസ് ബിയും സിയും കൂടെ ചേർത്ത് നമുക്ക് ആറ് ഈക്വൽ ടു വെക്ടർ ആറ് ഈക്വൽ ടു, നിങ്ങൾ ആദ്യം ആരെ ആഡ് ചെയ്തു? എയും ബിയും ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ, അതാരുമായിട്ട് ആഡ് ചെയ്തു? സിയുമായിട്ട് ആഡ് ചെയ്തു. എന്ത് ചെയ്തു? എയും ബിയും ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ട് വെക്ടർ എ പ്ലസ് വെക്ടർ ബി, അയാളെ സിയുമായിട്ട് ആഡ് ചെയ്തു. നോക്കൂ, വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാലും എയും ബിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ സിയുമായിട്ട് ആഡ് ചെയ്താലും കിട്ടുന്ന റിസൾട്ട് സെയിമാ. കേച്ചായോ പോയിന്റ്? ഇനി ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ ആരെ ആഡ് ചെയ്തു? എ പ്ലസ് ബിയുടെ കൂടെ സി ആഡ് ചെയ്തു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നോക്കൂ, എ നിങ്ങൾ അതുപോലെ വരച്ചു. ഓക്കെ. ബി ഇങ്ങോട്ട് വരച്ചു. ഇതാ സി ഇങ്ങോട്ട് വരച്ചു. എ ബി സി, എ ബി സി. ഞാനൊരു കാര്യം ചെയ്തു, ഇതാ ബിയും സിയും കൂടെ അങ്ങ് ആഡ് ചെയ്തു, ട്രയാങ്കിൾ മെത്തേഡ്. അപ്പോൾ ഇതാരാ? ദിസ് ഈസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി ആണോ? കാരണം ബിയും സിയും കൂടെ ആഡ് ചെയ്ത ബി പ്ലസ് സി. ഇനി എന്ത് ചെയ്യുന്നു? ഇനി നിങ്ങൾ ഇതാ ഈ ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ഇത് ആക്ച്വലി ആരാ? വെക്ടർ ബി പ്ലസ് സി, അത് രണ്ടും കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? എ ആഡ് ചെയ്തു. ആണല്ലോ. ഇവിടെ ചെയ്തത് എയും ബിയും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടുമായിട്ട് സി ആഡ് ചെയ്തു. ഇവിടെ ബിയും സിയും കൂടെ ആഡ് ചെയ്ത് കിട്ടിയ റിസൾട്ടുമായിട്ട് എ ആഡ് ചെയ്തു. ഇതൊക്കെ സെയിമാണ്. അതായത് നമുക്ക് എഴുതാൻ പറ്റുന്ന റിസൾട്ട് നോക്കൂ നിങ്ങൾ. വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എയും ബിയും ആഡ് ചെയ്തതിന് ശേഷം ആ കിട്ടിയ റിസൾട്ട് ആരുമായിട്ട് ആഡ് ചെയ്തു? സിയുമായിട്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എ അവിടെ നിർത്തുന്നു, നിങ്ങൾ അതുമായിട്ട് ബിയും സിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ആഡ് ചെയ്യുന്നു. കണ്ടോ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാലും വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് പറഞ്ഞാലും വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് സി എന്ന് പറഞ്ഞാലും എല്ലാം സെയിമാ. നോക്കൂ, മാഗ്നിറ്റ്യൂഡ് മൂന്ന് കേസിലും സെയിം. കഴിഞ്ഞിട്ടില്ല. ഡയറക്ഷൻ നോക്കൂ, ഈ ആരോ മാർക്കും ഈ ആരോ മാർക്കും ഈ ആരോ മാർക്കും മൂന്നും ഒരേ ഡയറക്ഷനാണ്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ്. എന്താ അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ? ദ റിസൾട്ട് വിൽ റിമെയിൻ സെയിം വാട്ട് എവർ ദ ഓർഡർ ദേ ആർ ഗ്രൂപ്പ്ഡ്. അവരെങ്ങനെ ഓർഡർ ചെയ്താലും റിസൾട്ട് സെയിം ആണെന്ന്. എയും ബിയും ആഡ് ചെയ്ത് സി ആഡ് ചെയ്താലും ബിയും സിയും ആഡ് ചെയ്ത് എ ആഡ് ചെയ്താലും റിസൾട്ട് സെയിം. അതായത് എയും ബിയും സിയും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാം, റിസൾട്ട് ഈസ് സെയിം. ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച ഈ മെത്തേഡ് പോളിഗൺ മെത്തേഡാണ്. വെക്ടർ അഡീഷനിൽ പോളിഗൺ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടി. വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. ഓൾറെഡി ഒരെണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്, വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്കേലാർ അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അതിനൊപ്പം നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നു വെക്ടർ അഡീഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്,
ഒപ്പം അസോസിയേറ്റീവാണ്. ഓക്കെ, അഡീഷൻ അല്ലേ പറഞ്ഞത്, വെക്ടർ അഡീഷൻ ബൈ ട്രയാങ്കിൾ മെത്തേഡ്. ഇപ്പോൾ ഈ പഠിച്ച ഐഡിയ ഉണ്ടല്ലോ, അത് വെച്ച് നമുക്ക് സബ്ട്രാക്ഷൻ വെരി ഈസി ആയിട്ട് ചെയ്യാം. പറയട്ടെ, നോക്കാം. നോക്കൂ, 2 വെക്ടേഴ്സ് നേരത്തെ ചെയ്തതുപോലെ 2 വെക്ടർ ഉണ്ട് നമ്മുടെ കയ്യിൽ. വെക്ടർ എ ഇങ്ങോട്ടുണ്ട്, വെക്ടർ ബി ഇങ്ങോട്ടുണ്ട്, വേറെ ഡയറക്ഷനിലുണ്ട്. ഇങ്ങനെ നോക്കുന്നു, വെക്ടർ ബി. ഓക്കെ, അപ്പം നമ്മൾ ട്രയാങ്കിൾ മെത്തേഡിൽ എന്ത് ചെയ്തു? വെക്ടർ എ അതുപോലെ വരച്ചു, ശരിയല്ലേ? ബി എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ വെച്ചു, വെക്ടർ ബി. ദെൻ നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യുന്നു? ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് റിസൾട്ടൻറ്റ്. ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇതാണ് എ പ്ലസ് ബിയുടെ ഡയറക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിനൊന്നും മാറ്റിയിട്ടില്ല. ഇത് എക്സ്, ഇത് വൈ. ഇപ്പോൾ എക്സ് വൈ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് ആംഗിൾ. ആര് തമ്മിലുള്ള ആംഗിൾ? എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമുക്ക് എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം. എന്താ ടെക്നിക്ക്? പറയട്ടെ, എന്ത് ചെയ്യണം? എ നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കും, നോ ചേഞ്ച്. എ മാറ്റാൻ പാടില്ല കേട്ടോ, അതുപോലെ തന്നെ വരയ്ക്കണം. വെക്ടർ എ അതുപോലെ തന്നെ വരച്ചു, അതുപോലെ തന്നെ വരച്ചു. നോക്കൂ, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇതല്ലേ, ഈ ഡയറക്ഷനിലല്ലേ നമ്മൾ ബി ഉണ്ടായിരുന്നത്. അയാളെ നേരെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാരാ? മൈനസ് ബി ആണ് കേട്ടോ, മൈനസ് ബി. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് വരയ്ക്കണം? ട്രയാങ്കിൾ മെത്തേഡിൽ തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് എ പ്ലസ് മൈനസ് ബി. നമുക്ക് വേണമെങ്കിൽ ഡിഫറൻസ് എന്ന് പറയാം ഡി, ഓർ വെക്ടർ ഡി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി. അതായത് എ പ്ലസ് ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ എ മൈനസ് ബിയുടെ ഡയറക്ഷൻ അതായത് ഇവിടേക്കാ. A is a vector, B is a vector, A plus B is also a vector. Okay? A is a vector, B is a vector, or minus B is a vector, A minus B is also a vector. പക്ഷേ എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും എ മൈനസ് ബിയുടെ മാഗ്നിറ്റ്യൂഡും സെയിം അല്ല. എ പ്ലസ് ബിയുടെ ഡയറക്ഷനും എ മൈനസ് ബിയുടെ ഡയറക്ഷനും സെയിം അല്ല. അപ്പോൾ എയും ബിയും ആഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ കണ്ടു. ഇതാ എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാനുള്ള പ്രൊസീജിയർ നമ്മൾ കാണുന്നു. എന്താണ് എയിൽ നിന്ന് ബി മൈനസ് ചെയ്യാനുള്ള പ്രൊസീജിയർ? യു കീപ് എ അലോങ് ദ സെയിം ഡയറക്ഷൻ, യു ഡ്രോ ദ നെഗറ്റീവ് വെക്ടർ ഓഫ് ബി, then you complete the third side, that is triangle. Then the third side will gives you the value of a minus b. Okay, മനസ്സിലായോ? ഇപ്പം നമ്മൾ എന്താ കണ്ടത്? എ മൈനസ് ബി കണ്ടു അല്ലേ? ബി മൈനസ് എ കാണണോ നിങ്ങൾക്ക്? അപ്പോൾ എ മൈനസ് ബി കണ്ടു. ഇനി നമുക്ക് എന്ത് കാണണം? ബി മൈനസ് എ. ബിയിൽ നിന്ന് എ എങ്ങനെ മൈനസ് ചെയ്യും? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബി എന്ന് പറഞ്ഞ വെക്ടർ അങ്ങനെ തന്നെ വരച്ചു അല്ലേ? ഇതാ നമ്മുടെ ബി എന്ന് പറഞ്ഞ വെക്ടർ ഓൾറെഡി ബിയുടെ ഡയറക്ഷൻ എവിടേക്കാണോ അതേ ഡയറക്ഷനിൽ തന്നെ മാർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ ആരെ കംപ്ലീറ്റ് ചെയ്യണം? ഇതാ എയുടെ ഡയറക്ഷൻ ഇവിടേക്കല്ലേ? എ നമ്മൾ തിരിച്ചു വരയ്ക്കണം. ഓക്കെ, ദിസ് ഈസ് മൈനസ് എ. എന്തുകൊണ്ടാണ് മൈനസ് എ ആയത്? നോക്കൂ, ഇതാണ് എയുടെ ഡയറക്ഷൻ എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൈനസ് എ അല്ലേ വരിക. ദെൻ നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ എന്ത് കംപ്ലീറ്റ് ചെയ്യണം? യെസ്, ഇതാ കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ബി പ്ലസ് മൈനസ് എ, അതായത് ഡി ഡാഷ് എന്ന് എടുത്തോളൂ. ഡി ഡാഷ് ഓർ ഡി ഡാഷ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് എഴുതിക്കൂടെ? ഓക്കെ, റിസൾട്ട് ഞാൻ പറയട്ടെ. നേരത്തെ കണ്ട ഡിഫറൻസ് ഇല്ലേ, ഡി ഈസ് നോട്ട് ഈക്വൽ ടു
ഡി ഡാഷ് ആണോ? വെക്ടർ സബ്ട്രാക്ഷൻ അല്ലേ ഇത്? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏത് ലോ ഒബേ ചെയ്യുന്നില്ല? നോക്കൂ, എ മൈനസ് ബിയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു ആര്? ബി മൈനസ് എ. എന്തുകൊണ്ടാണ് എ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ വന്നത്? നിങ്ങളിനിയും ഈ കിട്ടിയ റിസൾട്ടൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഡിഫറൻസ് ഉണ്ടല്ലോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള പ്രൊസീജിയർ നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിപ്പിക്കുന്നുണ്ട്. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്ക് പറയാം എ മൈനസ് ബി നോട്ട് ഈക്വൽ ടു ബി മൈനസ് എ. കാരണം എന്താ അറിയോ? നോക്കൂ, ഇതാ ബി മൈനസ് എയുടെ ഡയറക്ഷൻ ഇവിടേക്കാ. നിങ്ങൾ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്ന് ബാക്ക് അടിച്ച് നോക്ക്, അപ്പോൾ കാണും എ മൈനസ് ബിയുടെ ഡയറക്ഷൻ ഇവിടേക്കല്ലായിരുന്നു, താഴേക്കായിട്ടാണ് നമ്മൾ വരച്ചിരുന്നത്. അതായത് എ മൈനസ് ബിയുടെ നേരെ ഓപ്പോസിറ്റാണ് ആര്? ബി മൈനസ് എ. അപ്പോൾ അഡീഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ എന്ന് പഠിപ്പിച്ചു കമ്മ്യൂട്ടേറ്റീവ് ലോ. പക്ഷേ ഇവിടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് നോട്ട് ഈക്വൽ ടു വെക്ടർ ബി മൈനസ് വെക്ടർ എ. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നിക്ക് മനസ്സിലായോ? സബ്ട്രാക്ട് ചെയ്യേണ്ട വെക്ടർ ആരാണോ അയാളുടെ നെഗറ്റീവ് വെക്ടർ വരയ്ക്കുക, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ആ തേർഡ് സൈഡ് വിൽ ഗീവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ഹിയർ ബി മൈനസ് എ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ അഡീഷണലും അതുപോലെ സബ്ട്രാക്ഷനും ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ പഠിച്ചു. ഇനി ഇതിന് നമുക്ക് എന്തുപയോഗിക്കാം? നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലേക്ക് പോകാം. നമുക്ക് റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ, റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ, ഇതൊക്കെ നമ്മളിനി പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, പാരലോഗ്രാം മെത്തേഡ്. അതുകൂടെ പറഞ്ഞു തരട്ടെ. ഓക്കെ, വെക്ടർ അഡീഷനിലെ ട്രയാങ്കിൾ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. അതിൻ്റെ കൂടെ നമ്മൾ സബ്ട്രാക്ഷനും പറഞ്ഞു തന്നു കേട്ടോ. വേറൊരു പ്രൊസീജിയറാണ് പാരലോഗ്രാം മെത്തേഡ്. വെക്ടറും വെക്ടറും കൂടെ ആഡ് ചെയ്യാനുള്ള വേറൊരു പ്രൊസീജിയറാണ് പാരലോഗ്രാം മെത്തേഡ്. നമുക്ക് നോക്കാം എന്താണ് പാരലോഗ്രാം മെത്തേഡ് എന്ന്. നോക്കൂ, എ ഒ പി ഈസ് എ വെക്ടർ, അതിന് എ എന്ന് മാർക്ക് ചെയ്യാം. ഒ ക്യു ഈസ് അനദർ വെക്ടർ ബി. ഇത് തമ്മിലുള്ള ആംഗിൾ സേ തീറ്റ. രണ്ടുപേരുടെയും ടെയിലുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനീഷ്യലി രണ്ടുപേരുടെയും ടെയിലുകൾ ഒരേ സ്ഥലത്ത് ആവണമെന്നില്ല. പാരലോഗ്രാം മെത്തേഡിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് എയുടെ ടെയിലും ബിയുടെ ടെയിലും ഒരുമിച്ച് വെക്കണം. ഓക്കെ, അതാണ് പാരലോഗ്രാം മെത്തേഡ്. നോക്കൂ, ഇതാ രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യലി അവർ വേറെ പോയിന്റുകളായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യണം? എയുടെ ലെങ്ത്തും ബിയുടെ ലെങ്ത്തും മാറ്റരുത്, ആരോ മാർക്ക് ഡയറക്ഷൻസും മാറ്റാൻ പാടില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെയും കൂടെയുള്ള ആരെ ജോയിൻ ചെയ്തു? ടെയിലുകൾ. ട്രയാങ്കിൾ മെത്തേഡിൽ നിങ്ങൾ നോക്കി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരാളുടെ ഹെഡും മറ്റാളുടെ ടെയിലും കൂടെ ജോയിൻ ചെയ്യാം. അത് അവിടെ നിൽക്കട്ടെ, ആ ഫിഗർ നമുക്ക് ആവശ്യമില്ല കേട്ടോ, അവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ എ എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ടല്ലോ, അയാൾക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇയാളും വെക്ടർ എ തന്നെയാണ് അല്ലേ? ബി, അയാൾക്ക് പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അത് വെക്ടർ ബി ആണ്. ദീസ് ടു ആർ ഈക്വൽ വെക്ടേഴ്സ്, ദീസ് ടു ആർ ഈക്വൽ വെക്ടേഴ്സ്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഇതാ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വരയ്ക്കുന്നു? ഡയഗണൽ വരയ്ക്കണം. ദിസ് ഡയഗണൽ ഈസ് കാൾഡ് റിസൾട്ടൻ്റ്. ഓൾറെഡി നമ്മൾ കണ്ടതാണ് റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ ഡയറക്ഷൻ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്ലെയിൻ മാറ്റുന്നില്ല, എക്സ് വൈ പ്ലെയിൻ തന്നെ. അപ്പോൾ ഒ പി ആൻഡ് ഒ ക്യു, ദാറ്റ് ഈസ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ ലൈങ് ഇൻ എക്സ് വൈ പ്ലെയിൻ അല്ലേ? റിസൾട്ടൻ്റ് ആയിട്ടുള്ള എ പ്ലസ് ബിയും എവിടെ തന്നെയാണ്? എക്സ് വൈ പ്ലെയിനിൽ തന്നെയാണ്. ഓക്കെ, ദിസ് മെത്തേഡ് ഈസ് കാൾഡ് പാരലോഗ്രാം മെത്തേഡ്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ്. അത് കാണാൻ നമുക്ക് ഇനിയും മാത്തമാറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആവശ്യമുണ്ട്. നമ്മളുടെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ജസ്റ്റ് ഒന്ന് നമുക്ക് ട്രയാങ്കിൾ മെത്തേഡായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ട്രയാങ്കിൾ മെത്തേഡിൽ എന്താ ചെയ്യുക?
ഫസ്റ്റ് വെക്ടർ അതുപോലെ വരച്ചു എ, ദിസ് ഈസ് വെക്ടർ എ. ഇനി എയുടെ ഹെഡ് മുകളിൽ ബിയുടെ ടെയിൽ വെച്ചു, ദിസ് ഈസ് വെക്ടർ ബി ആണല്ലോ. എന്നിട്ട് നിങ്ങൾ ഇതാ രണ്ട് സൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തേർഡ് സൈഡ് കംപ്ലീറ്റ് ചെയ്താൽ ഇതല്ലേ ട്രയാങ്കിൾ മെത്തേഡ്. ഈ ട്രയാങ്കിൾ മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ്. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. അതിൻ്റെ ഡയറക്ഷനല്ലേ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ, നിങ്ങൾ പാരലോഗ്രാം മെത്തേഡ് യൂസ് ചെയ്താലും നിങ്ങൾ ട്രയാങ്കിൾ മെത്തേഡ് യൂസ് ചെയ്താലും റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ പ്രൊസീജിയർ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. വാട്ട് എവർ മേ ബി ദ മെത്തേഡ്, ട്രയാങ്കിൾ മെത്തേഡ് ഓർ പാരലോഗ്രാം മെത്തേഡ്, എയും ബിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. അതായത് എയും ബിയും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എക്സാക്ട്ലി സെയിം ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് പാരലോഗ്രാം മെത്തേഡ്, ദിസ് വൺ ട്രയാങ്കിൾ മെത്തേഡ്, റിസൾട്ട് ഈസ് സെയിം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള പ്രൊസീജിയറാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, യെസ്, നമ്മൾ വീണ്ടും വെക്ടർ അഡീഷൻ തന്നെ. പക്ഷേ വെക്ടർ അഡീഷനിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡല്ലേ ഡിസ്കസ് ചെയ്തത്. ദെൻ വെക്ടർ അഡീഷൻ അനലിറ്റിക്കൽ മെത്തേഡ്, അതായത് വെക്ടറുകളെ ആഡ് ചെയ്തതിന് ശേഷം മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള പ്രൊസീജിയറാണ് ഇനി പഠിപ്പിക്കുന്നത്. ഓക്കെ, നോക്കൂ, ടു വെക്ടേഴ്സ് എ ബി, വെക്ടർ എ വെക്ടർ ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് തീറ്റ. ഇതാണ് കേസ്. നമുക്കിവരെ ആഡ് ചെയ്ത് റിസൾട്ടൻ്റ് കണ്ട് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഇതാണ് പ്രൊസീജിയർ. ഒപ്പം റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എന്താ ചെയ്യണം, എ എന്ന് പറഞ്ഞ വെക്ടർ നിങ്ങൾ അതുപോലെ തന്നെ വരയ്ക്കൂ, ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ മാറ്റരുത്. ബി എന്ന് പറഞ്ഞ വെക്ടർ അതുപോലെ തന്നെ വരയ്ക്കൂ, ഒന്നും ചേഞ്ച് ചെയ്യരുത്. ബി മാഗ്നിറ്റ്യൂഡ് മാറരുത്, ഡയറക്ഷനും മാറരുത്. ശേഷം നിങ്ങൾ എന്ത് കംപ്ലീറ്റ് ചെയ്യണം, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് വരയ്ക്കണം, ഡയഗണൽ വരയ്ക്കണം. ദിസ് ഈസ് റിസൾട്ടൻറ്റ്. ഓരോ സ്റ്റെപ്പ് നോക്കിക്കോളൂ കേട്ടോ. റിസൾട്ടൻറ്റ്. ഒരു കാര്യം ചെയ്യാം, ഞാനിതൊന്ന് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ഫ്രണ്ടിലോട്ട്. കാരണം നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഓൾറെഡി പരിചയമുള്ളവരാണ്. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാനൊക്കെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ യൂസ് ചെയ്തിരുന്നു. ഇവിടെ ഓ എന്ന് കൊടുക്കാം. ഇവിടെ പി എന്ന് കൊടുക്കാം. ഇവിടെ എസ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് കെ എന്ന് കൊടുക്കാം, പി എസ് കെ. ഇവിടെ ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഈ എയും ബിയും തമ്മിലുള്ള ആംഗിൾ ആരാ? എയും ബിയും തമ്മിലുള്ള ആംഗിൾ തീറ്റ. നമ്മൾ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ പിന്നെ ഈ ആംഗിൾ ആരാ? തീറ്റ. തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഡയറക്ഷൻ ഓഫ് എ ആൻഡ് ഡയറക്ഷൻ ഓഫ് ബി. നോക്കോട്ടെ, ഈ ആംഗിൾ തീറ്റയാണേ, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഈ ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ട്രയാങ്കിളിലേക്ക് നോക്കാം ആദ്യം. ട്രയാങ്കിൾ പി എസ് കെയിലേക്ക് പോവാം. ട്രയാങ്കിൾ പി എസ് കെ. ഓക്കെ, നിങ്ങൾ ട്രയാങ്കിൾ പി എസ് കെ. ആ ട്രയാങ്കിൾ കോസ് തീറ്റ ഈക്വൽ എന്ന് വരും. കോസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. ഈ ട്രയാങ്കിൾ കേട്ടോ, കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കമോൺ പി എസ് ബൈ, നോക്കൂ ഇത് ബി അല്ലേ, പിന്നെ ഇതും ബി അല്ലേ, ബി. വെക്ടർ ബി എന്നൊന്നും എഴുതരുതേ,
കാരണം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് കൊണ്ടേ ഡിവൈഡ് ചെയ്യാവൂ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്ടർ സിമ്പിൾ ഇടരുത്. അപ്പോൾ പി എസ് ഈക്വൽ എന്ന് എഴുതാം, പി എസ് ഈക്വൽ ടു ബി കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് ഓർമ്മിച്ച് വെക്കണേ. പി എസ് ഈസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. സിമിലർലി സൈൻ തീറ്റ ഈക്വൽ എന്ന് എഴുതാം, സൈൻ തീറ്റ ഈക്വൽ ടു ഈ ലെങ്ത് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് എസ് കെ ബൈ ഹൈപ്പോട്ടന്യൂസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ ബി എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അതായത് എസ് കെ ഡിവൈഡർ ബൈ കെ പി എന്നാണ് വരുന്നത്. ആ കെ പിക്ക് പകരം നമ്മൾ ബി എന്ന് കൊടുത്തു. അപ്പം നമുക്ക് എസ് കെ ഈക്വൽ എന്ന് എഴുതാം, എസ് കെ ഈക്വൽ ടു പി എസ് ഈക്വൽ ടു ബി കോസ് തീറ്റ, എസ് കെ ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇത് രണ്ടെണ്ണം ഓർമ്മിച്ച് വെക്കണേ, രണ്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും നമ്മൾ ആദ്യം ഈ സൈഡും ഈ സൈഡിനെയും ലെങ്ത് കണ്ടുപിടിച്ചു, പി എസും എസ് കെയും കണ്ടുപിടിച്ചു. സിംപിളി ട്രിഗണോമെട്രി യൂസ് ചെയ്തു. നമ്മൾ എന്തിനാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലായോ? നമുക്ക് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നിങ്ങൾ പഠിച്ച പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാലോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ഏതാ? പി എസ് കെ എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് ഈ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞ ഈ വെക്ടർ ഉണ്ടല്ലോ, അവൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ആ ലെങ്ത്താണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം. ഏത് ട്രയാങ്കിൾ എടുക്കാം? എസ് ഒ കെ എടുക്കാം, ട്രയാങ്കിൾ എസ് ഒ കെ. നൗ കൺസിഡർ, നൗ ട്രയാങ്കിൾ എസ് ഒ കെ എടുക്കാം നമുക്ക്. ശരിയല്ലേ? എസ് ഓക്കെ. ഓക്കെ, അതെടുത്താൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒ കെ സ്ക്വയർ ഈക്വൽ ടു ദിസ് ലെങ്ത് സ്ക്വയർ, ഒ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഒ എസ് സ്ക്വയർ പ്ലസ് എസ് കെ സ്ക്വയർ. ശരിയാണോ? നോക്കൂ, ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. കറക്റ്റാണോ? അതെ, പൈത്തഗോറസ് തിയറം. ഈ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇമാജിനറി ട്രയാങ്കിൾ അവിടെ വരച്ചത്. അതായത് മാത്തമാറ്റിക്സ് കുറച്ചുകൂടെ സിമ്പിളാവും അപ്പോൾ. കാരണം നിങ്ങൾക്ക് അറിയുന്ന ഒരു പ്രൊസീജിയറാണല്ലോ നമ്മുടെ പൈത്തഗോറസ് തിയറം. അപ്പോൾ നമുക്ക് ഒ കെ ഈസികൾ എന്താ എഴുതാം? ഒ കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ശരിയല്ലേ? റൂട്ട് എടുത്തു, രണ്ട് സൈഡിലും റൂട്ട് എടുത്തു. ഒ എസ് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ഒ പിയും പി എസും കൂടെ ചേർന്നതല്ലേ നമ്മുടെ ഒ എസ്. അപ്പോൾ അതിന് പകരം നമ്മൾ ഒ പി പ്ലസ് പി എസ് സ്ക്വയർ പ്ലസ് മറ്റേത് നമുക്ക് എസ് കെ സ്ക്വയർ തന്നെ ഇടാം, നോ പ്രോബ്ലം. ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒ എസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് അല്ലേ, നമ്മളതിനെ ദിസ് പ്ലസ് ദിസ് എന്നാക്കി. രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് വെറുതെ ആഡ് ചെയ്യാം. ഈ ലെങ്ത്തും ആഡ് ചെയ്യാൻ വെക്ടർ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒ എസിന് പകരം ഒ പി പ്ലസ് പി എസ് എന്ന് എഴുതിയത്. ക്ലിയർ ആയോ? അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ഓക്കെ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് ആരാ ഓക്കെ? ഈ ലെങ്ത് എന്ന് പറയുമ്പോൾ അതാണല്ലോ നമുക്ക് ആവശ്യമുള്ള റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ്. റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു ഒരു ഡൗട്ടും ഇല്ല വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്നാണ്. അതിന് സംശയമൊന്നുമില്ല. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഈ ലെങ്ത്തിൻ്റെ ഈ ലൈനിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കൂ നിങ്ങൾ. റൂട്ട് ഓഫ് എന്താ എഴുതാം? റൂട്ട് ഓഫ് ഒ പി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് അല്ലേ എ. അപ്പോൾ എ പ്ലസ് പി എസ് എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്, പി എസ് ബി കോസ് തീറ്റ. അപ്പോൾ എ പ്ലസ് ബി കോസ് തീറ്റ ഓൾ സ്ക്വയർ പ്ലസ് എസ് കെ ആരാണ്? എസ് കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ബി സൈൻ തീറ്റ. അപ്പോൾ ബി സൈൻ തീറ്റ ദ ഓൾ സ്ക്വയർ. ഒന്നുമില്ല, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നോക്കാം. റിസൾട്ടൻ സിംപ്ലി ആർന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ മോഡലസ് ഓഫ് വെക്ടർ ആറിനെ സിംപ്ലി നമ്മൾ ആർന്ന് എഴുതിയാലും മതി കേട്ടോ, നോ പ്രോബ്ലം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഒന്ന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമത് എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ്
ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇനി ഈ ടേം ബാക്കിയുണ്ട് കേട്ടോ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതി അത്രയേ ഉള്ളൂ. അടുത്ത സ്റ്റെപ്പ് നോക്കൂ. റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ തന്നെ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. രണ്ടിലും ബി സ്ക്വയർ ഉണ്ടല്ലോ. കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? ബി സ്ക്വയർ പുറത്തെടുക്കാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആരാ? കമോൺ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ആരാ? നിങ്ങൾക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് 1. അങ്ങനെയാണെങ്കിൽ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അതിൽ മാറ്റമൊന്നുമില്ല, അത് അതുപോലെ തന്നെ എഴുതി. അപ്പോൾ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ ആയി കേട്ടോ. റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷൻ വെരി സിമ്പിളാണ്. കുട്ടികൾ ഈ ചിത്രമൊക്കെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. റിസൾട്ടൻ്റ് കാണാനുള്ള സിമ്പിൾ ഇക്വേഷൻ വന്നു. റിസൾട്ടൻ്റ് ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കാൾഡ് ലോ ഓഫ് കൊസൈൻ. എ എന്ന് പറഞ്ഞ വെക്ടറും ബി എന്ന് പറഞ്ഞ വെക്ടറും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടൻ്റ് കാണാൻ സിംപ്ലി അവരെ ആഡ് ചെയ്താൽ മതിയായിരുന്നു. എയും ബിയും ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ ചുമ്മാ സബ്ട്രാക്ട് ചെയ്താൽ മതി. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. നമ്മൾ ഇന്നൊരു പുതിയ റിസൾട്ട് പഠിച്ചു. എന്താ റിസൾട്ട്? എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഏത് വന്നാലും നമുക്ക് വിഷയമല്ല. എനി ആംഗിൾ തീറ്റ, ഈ ആംഗിളിൻ്റെ വാല്യൂ നമ്മൾ തീറ്റ എന്ന് മാർക്ക് ചെയ്തിരുന്നു. ഈ തീറ്റയുടെ വാല്യൂ ഏത് വന്നാലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന്. 30 ഡിഗ്രിയോ 45 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ഈവൻ നമ്മൾ പഠിച്ച 90 ഡിഗ്രിയോ 0 ഡിഗ്രിയോ 180 ഡിഗ്രിയോ ഏത് ആംഗിൾ വന്നാലും നമ്മൾ ഇനി സോൾവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡേ നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. 10th സ്റ്റാൻഡേർഡിൽ നിന്ന് 11th എത്തിയിട്ടുള്ള മിക്കവാറും കുട്ടികൾക്ക് ഈ ഇക്വേഷൻ അറിയില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേ എന്ന് പറയാൻ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ഇക്വേഷനാണ്. അങ്ങനത്തെ കുറേ ഇക്വേഷൻസ് ഉണ്ട്, ഒരു ഇക്വേഷനാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എന്നെ ഒരാൾ ഇങ്ങോട്ട് വലിച്ചു, ഒരാൾ ഇങ്ങോട്ട് വലിച്ചു. 10 ന്യൂട്ടൺ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. എൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് ഇക്വേഷൻ. 30 ഡിഗ്രിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു കോസ് 30. മനസ്സിലായോ? അപ്പോൾ ഇനി ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കണം. കാരണം ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വെക്ടറുകളുടെ റിസൾട്ടൻ്റ് കണ്ടതിന് ശേഷം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണത് കേട്ടോ. ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഓക്കെ.